وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ അടുത്ത അധ്യായം, അതിന്റെ തലക്കെട്ടായി അദ്ദേഹം സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്താണ് നൽകിയിട്ടുള്ളത്. ഇതിനകം നിങ്ങൾ കിതാബ് തൗഹീദിൽ ഒരുപാട് തവണ ഈ ഒരു ശൈലി കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം അധ്യായത്തിന് തലക്കെട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്ന തൗഹീദിന്റെ വിഷയത്തിന്റെ പേരായിരിക്കും തലക്കെട്ടായി നൽകുക. ചിലപ്പോൾ ആ വിഷയത്തിലേക്ക് തെളിവായി ഉദ്ധരിക്കാൻ സാധിക്കുന്ന ആയത്തായിരിക്കും അതിന്റെ തലക്കെട്ടായി നൽകുക. ഈ അധ്യായത്തിൽ അദ്ദേഹം അപ്രകാരം ഖുർആനിൽ ഒരു ആയത്താണ് തന്റെ തലക്കെട്ടായി സ്വീകരിച്ചിട്ടുള്ളത്. ബാബു ഖൗലില്ലാഹി തആല അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാകമൂ ഇല الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ വിധിയല്ലാത്ത വിധികളിലേക്ക് വിധി തേടുന്നതിനെ കുറിച്ചിട്ടാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത്, ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ വിധി അള്ളാഹുവിന്റെ വിധിയല്ലാത്ത മനുഷ്യേതര വിധികളെ തേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആയത്താണ് സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്ത്. ഈ അധ്യായം തൗഹീദിനോട് നേർക്കുനേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന അധ്യായം തന്നെയാണ്. കഴിഞ്ഞ അധ്യായവുമായി ശക്തമായ ബന്ധം ഇതിനുണ്ട്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവും അള്ളാഹുവിന്റെ നിയമ സംഹിത തശ്രീഉമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാത്രമേ നിരുപാധികമായി അനുസരിക്കപ്പെടാവൂ എന്ന കാര്യമാണ് വിശദീകരിച്ചത്. പണ്ഡിതന്മാരാകട്ടെ ഭരണാധികാരികളാകട്ടെ അവർ അനുസരിക്കപ്പെടുന്നതിന്റെ അളവുകോൽ അവർ അള്ളാഹുവിനും റസൂലിനെയും എതിരാകാതിരിക്കുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ അധ്യായത്തിൽ വിധി തേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. തീർച്ചയായും വിധി എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുമുള്ളത് മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹകം വ ഇലൈഹിൽ ഹുക്ം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അൽ ഹകം, എല്ലാ വിധിയും നിശ്ചയിക്കുന്ന അൽ ഹകം അവനാണ്. വ ഇലൈഹിൽ ഹുക്ം, അവനിലേക്കാണ് വിധി തേടി പോകേണ്ടത്, അവനിലേക്കാണ് വിധികൾ മടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻആമിൽ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ലഹുൽ ഹുക്ം, അവനാകുന്നു എല്ലാ വിധിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിലെ പ്രാപഞ്ചികമായ കാര്യങ്ങളുടെ വിധിയാകട്ടെ ശർഈയായ കാര്യങ്ങളുടെ വിധിയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, എന്തു കഴിക്കണം, എന്തു കഴിക്കാൻ പാടില്ല, എന്തു ധരിക്കണം, എന്ത് ധരിക്കാൻ പാടില്ല, പുരുഷൻ എങ്ങനെ നടക്കണം, സ്ത്രീ എങ്ങനെ നടക്കണം, ഇതിനെല്ലാമുള്ള വിധി നിശ്ചയിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. മനുഷ്യർക്ക് അതിന് പുതിയൊരു വിധി കണ്ടെത്താൻ കാലങ്ങളനുസരിച്ച്, ദേശങ്ങൾക്കനുസരിച്ച് അതിനൊക്കെ പുതിയ വിധികൾ കൽപ്പിക്കാൻ, പുതിയ വിധികൾ തീരുമാനിക്കാൻ അല്ലാഹു തആല അധികാരം നൽകിയിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഇതിന്റെ വിധി അല്ലാഹു തആലക്ക് മാത്രമാണ്. ശർഈയായ കാര്യങ്ങളാകട്ടെ, കൗനിയായ പ്രാപഞ്ചികമായ കാര്യങ്ങളാകട്ടെ, ഇവിടെ സൂര്യനെ നിയന്ത്രിക്കുന്നതും ചന്ദ്രനെ നിയന്ത്രിക്കുന്നതും മഴ എപ്പോൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ ഇവിടെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതും അല്ലാഹു തആലയാണ്. നിങ്ങൾക്കറിയാം, പക്ഷേ ശർഈയായ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നടക്കണമെന്ന് തീരുമാനിച്ച കാര്യങ്ങളല്ല. അത് അല്ലാഹു തീരുമാനിക്കുകയും അത് വിശദീകരിക്കാൻ അമ്പിയാക്കളെ പറഞ്ഞയക്കുകയും അവരുടെ കയ്യിൽ കിതാബുകൾ കൊടുക്കുകയും
അത് സ്വീകരിക്കാത്തവർക്കെതിരെയായിട്ടുള്ള തെളിവായി അത് നിലനിൽക്കുകയും ചെയ്യും. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. സ്വീകരിക്കാതെ ഒരാൾക്ക് മാറി നിൽക്കണമെങ്കിൽ അവന് മാറി നിൽക്കാം. അള്ളാഹു താല അതിന് ശിക്ഷിക്കുന്നതാണ്. നിർബന്ധപൂർവം ഓരോരുത്തരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു താല തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചായിരുന്നെങ്കിൽ ലോകത്തൊരാൾക്കും അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ വിധികൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ വിധി തേടേണ്ടത്, വിധി തീർപ്പാക്കേണ്ടത് അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ വിധികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ പറഞ്ഞ വിധികൾ, അത് മാത്രമേ ഒരു മുസ്ലിം അവന്റെ കാര്യങ്ങൾക്ക്, ഒത്തുതീർപ്പുകൾക്ക്, മസ്ലഹത്തുകൾക്ക്, അവന് വേണ്ട ജീവിതത്തിലുള്ള ഏത് മേഖലയിലുള്ള വിധി തേടൽ, അവന്റെ കച്ചവടമാകട്ടെ മറ്റേത് കാര്യമാകട്ടെ, അതിന്റെ വിധി തേടി പോകേണ്ടത് ഈ നിയമങ്ങളിലേക്ക് മാത്രമായിരിക്കണം എന്നതാണ് ചുരുക്കം. എന്നാൽ ജനങ്ങൾ അവരിങ്ങനെ വിധി തേടി പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിധി തേടി പോകുന്ന രീതികളെ സംബന്ധിച്ചിടത്തോളം 3 രൂപത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് അത്തഹാകുമു ഇലാ ശറഇല്ലാഹ് ഇദാ വഖഅ ബൈനന്നാസി നിസാഉൻ ഫി അംരി മിൻ ഉമൂരിഹിം ദീനിയ ഔ ദുനിയവിയ്യ. ദുനിയാവിന്റെ കാര്യമാകട്ടെ ദീനിയായ കാര്യമാകട്ടെ, ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു നിസാ ഉണ്ടായാൽ, കുഴപ്പമുണ്ടായാൽ, അവർ അള്ളാഹുവിന്റെ ശറഇലേക്ക് വിധി തേടി പോകുന്നവർ. അങ്ങനെ അവർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർ വിധി തേടുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള രീതിയുണ്ട്. അത് ഓരോരുത്തർക്കും ദീനിൽ ഫർളായ കാര്യമാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. കാരണം അതിലല്ലാതെ നീതിയില്ല. അള്ളാഹുവിന്റെ നിയമത്തിലല്ലാതെ നീതിയില്ല. ആ നിയമത്തിലേക്ക് മടങ്ങുക എന്നുള്ളതല്ലാതെ ദുനിയാവിൽ നീതി ഒരു മനുഷ്യന് ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. രണ്ടാമത്തെ രൂപത്തിൽ ആളുകൾ വിധി തേടുന്നത് അത്തഹാകുമു ഇലാ അൻദിമത്തിൻ തുഖാലിഫു ശർഅ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഇന് വിരുദ്ധമായ നിയമങ്ങളിലേക്ക് ആളുകൾ വിധി തേടി പോകുക എന്നതാണ്. അള്ളാഹുവിനൊരു കാര്യത്തിലൊരു വിധിയുണ്ട്. എന്നാൽ ജനങ്ങൾ അതിനെതിരായ ഒരു വിധി ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭരണഘടനകൾ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് ആളുകൾ ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി തേടി പോകാതെ ഇത്തരം നിയമങ്ങളെ വിധി തേടി പോകുക എന്നുള്ളതാണ്. അത് സഹോദരങ്ങൾ, അതിന്റെ വിശദീകരണം, അതുമായി ബന്ധപ്പെട്ട് അത് കുഫറാകുന്നത് എപ്പോഴാണ്, അല്ലാത്തത് അത് പിന്നീട് വരുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കിതാബിൽ മോഷ്ടിക്കുന്നവന്റെ വിധി എന്ന് പറയുന്നത് അവന്റെ മുൻകൈ അറ്റുകളയുക എന്നുള്ളതാണ്. മോഷ്ടിക്കുന്നവന്റെ വിധി എന്ന് പറയുന്നത് അവന്റെ കൈപ്പത്തി അറ്റുകളയുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ തീരുമാനിക്കുകയാണ് അത് ശരിയല്ല, മറിച്ച് മോഷ്ടിക്കുന്നവന് 1 വർഷം ജയിൽവാസം നൽകിയാൽ മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വിധിക്കെതിരായ ഒരു വിധി ഒരാൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ വൻ പാപമാണ്. അത് കുഫറാകുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അള്ളാഹ് പിന്നീട് വരുന്നുണ്ട്. അത് ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു നിശ്ചയിച്ച വിധി തേടാതെ മനുഷ്യരുണ്ടാക്കിയ വിധി ആളുകൾ തേടി തുടങ്ങിയാൽ ഭൂമിയിൽ വലിയ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാകും. അത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം അത്തഹാകുമു ഇലാ അൻദിമത്തിൻ ബശരിയ്യ ലാ തുഖാലിഫു ശർഅ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കെതിരാകാത്ത നിയമങ്ങളെ, അത്തരം നിയമങ്ങളിൽ ജനങ്ങൾ വിധി തേടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പ്രത്യേകമൊന്നും പറഞ്ഞിട്ടില്ല. ശർഇൽ അതിനെക്കുറിച്ചൊന്നും പറയാത്തതായ ചില കാര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു വിഷയത്തിൽ മനുഷ്യർ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത്തരം വിഷയങ്ങളിലേക്ക് വിധി തേടുക എന്ന് പറയുന്നത് അത് ജായിസായ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും ഇത്തരം വിധികൾ അത് ജനങ്ങളുടെ ദറൂറിയാത്ത്, ജനങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തുമൊക്കെ സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നിയമമാണെങ്കിൽ, അതുപോലെ പൂർണ്ണമായ നീതി ഭൂമിയിൽ നടപ്പാകുന്ന ഒരു കാര്യമാണ് എങ്കിൽ, അത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരാകാത്ത നിയമങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് ജായിസായ കാര്യമാണ്. അല്ല, പണ്ഡിതന്മാർ പറയുന്നത് അത്തരത്തിലുള്ള നിയമങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പോലെയാണ് എന്നാണ്.
കാരണം അള്ളാഹു താലയുടെ ദീനിന്റെ നിയമങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് ഭൂമിയിൽ നീതി ഉണ്ടാവുക എന്നുള്ളതാണ്. ജനങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള നിയമങ്ങളാണ് ഒരാൾ അനുസരിക്കുന്നത് എങ്കിൽ, അതുപോലെയുള്ള നിയമങ്ങളിലേക്കാണ് ഒരാൾ വിധി തേടി പോകുന്നത് എങ്കിൽ അത് ജായിസാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല, ആളുകൾക്ക് അവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള അള്ളാഹുവിന്റെ ദീനിനെതിരാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നീതിയാണ്, അതാണ് നീതി എന്ന് പറയലല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യത്തിൽ ഒരാൾ ഒരു വിധി നിർമ്മിക്കുകയും ആ വിധിയിലേക്ക് ഒരാൾ തേടിപ്പോവുകയും ചെയ്താലാണ് കിതാബിനും സുന്നത്തിനും എതിരാകാത്തിടത്തോളം കാലം അത് ജായിസാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ചോദ്യം, എപ്പോഴാണ് മതാ യകൂനു തഹാകുമു ഇലൽ അൻദിമത്തിൽ ബശരിയ മഅസിയതൻ കുബ്ര അലാ മാ യഅതി തഫ്സീലുഹു അഹ്കാമിഹി വമതാ യകൂനു ജായിസൻ? എപ്പോഴാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങളിലേക്ക് വിധി തേടി പോകുന്നത് വൻ പാപമായി തീരുന്നത്, അതെപ്പോഴാണ് ജായിസായി തീരുന്നത് എന്നാണ്. ഈ പറഞ്ഞതിൽ ചുരുക്കം, മനുഷ്യ നിർമ്മിത നിയമങ്ങൾ അള്ളാഹുവിന്റെ ശർഇന് എതിരാകുന്ന സമയത്ത് അതിലേക്ക് വിധി തേടി പോകുക എന്നുള്ളത് വൻ പാപമാണ്. അതിന്റെ വിശദീകരണം താഴെ വരും. മനുഷ്യ നിർമ്മിത നിയമങ്ങൾ അള്ളാഹുവിന്റെ വിധിയോട് എതിരാകാതിരിക്കുന്ന സമയത്ത് അത് ജായിസാണ്, അനുവദനീയമാണ് എന്നാണ്. ഇനി മനുഷ്യനിർമ്മിത നിയമങ്ങൾ ആളുകൾ അനുസരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായിട്ടുള്ള മനുഷ്യ നിർമ്മിത നിയമങ്ങൾ ആളുകൾ അനുസരിക്കുന്നതെല്ലാം ഒരേ ദർജയല്ല, അതെല്ലാം ഒരേ രൂപത്തിലുള്ളതല്ല. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പൊതുവായി കാണുന്ന ആയത്തുകൾ അത് ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറയാറുണ്ട്. അല്ലാഹുവിന്റെ ശർഇനെതിരായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് താഴെ പറയുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇനം അൻ യതഹാകമൽ മുതഹാകിമു ഇലാ തിൽകൽ അൻദിമതി മുതനഖിസൻ ശർഅല്ലാഹ് വകാരിഹൻ ലിശർഇല്ലാഹ്. ഒരാൾ മനുഷ്യേതര നിയമങ്ങളിലേക്ക്, അള്ളാഹുവിന്റേതല്ലാത്ത നിയമങ്ങളിലേക്ക് വിധി തേടി പോകുന്നത് അള്ളാഹുവിന്റെ നിയമത്തെ പരിഹസിച്ചുകൊണ്ടാണ്, അതിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ നിയമത്തെ വെറുത്തുകൊണ്ടാണ്, അതിനോട് അഹങ്കാരം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ എന്റെ മേൽ ഈ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഒന്നും വിധിക്കാനായിട്ടില്ല, ഞാൻ അതിനേക്കാളും മുകളിലാണ്, എനിക്ക് എന്റേതായ താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും അതിനെ വെറുത്തുകൊണ്ടും ഒരാൾ പോകുന്നു എങ്കിൽ അത് കുഫ്റുൻ അക്ബറാണ്. ഒരാൾ പറയുകയാണ്, ഇസ്ലാമിൽ അങ്ങനെ കച്ചവടത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ നിസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ, നോമ്പിലും സക്കാത്തിലും ഹജ്ജിലൊക്കെ ഒതുങ്ങി നിൽക്കട്ടെ, കച്ചവടമൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് കച്ചവടത്തിന്റെ നിയമം പറയാനൊന്നും ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ആവശ്യമില്ല, എനിക്ക് വേണമെന്ന രൂപത്തിൽ ഞാൻ പലിശ കച്ചവടം ചെയ്യും, വേണമെന്ന രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് അത് ഞാൻ ചെയ്യും, ഇസ്ലാം അതിന്റെ മേൽ നിയമം പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞ് അതിനോട് വെറുത്തുകൊണ്ട് ഒരാൾ അത്തരം നിയമങ്ങളിലേക്ക് വിധി തേടി പോകുന്നുണ്ട് എങ്കിൽ അത് കുഫ്റുൻ അക്ബറാണ്. മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അൻ യതഹാകമ ഇലാ തിൽകൽ അൻദിമത്തിൽ മുഖാലഫതി ലിശർഇല്ലാഹ് വഹുവ യഅതഖിദു അന്നഹാ അഹ്സനു മിൻ ഹുക്മില്ലാഹ് വഅഹ്റാ ബിതഹ്ഖീഖിൽ അദ്ലി മിൻ ഹുക്മില്ലാഹ് വഹാദാ കുഫ്റുൻ അക്ബർ. ഇവിടെ പറഞ്ഞത്, ഒരാൾ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമത്തിലേക്ക് വിധി തേടി പോകുമ്പോൾ അവൻ വിചാരിക്കുന്നത് ആ നിയമമാണ് അള്ളാഹുവിന്റെ നിയമത്തെക്കാളും മുന്തിയത് എന്നാണ്, ആ നിയമമാണ് അള്ളാഹുവിന്റെ നിയമത്തെക്കാളും ഏറ്റവും നീതിയോടടുത്തത് എന്നാണ്. അങ്ങനെ വിശ്വസിച്ചാലും അത് കുഫ്റാണ്. മനുഷ്യേതര നിയമങ്ങള് അത് അള്ളാഹുവിന്റെ ദീനിനേക്കാളും കൂടുതൽ നീതി അതാണ്. പരിഹസിച്ചിട്ടില്ല എന്ന് മാത്രം, ആദ്യത്തെ അവനും ഉള്ള വ്യത്യാസം അതാണ്. പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനെ വെറുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഇവൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തെക്കാളും നല്ല നിയമം ഇതാണ്, അള്ളാഹുവിന്റെ നിയമത്തെക്കാളും കൂടുതൽ നീതിയുള്ളത് ഇതാണ്. എങ്ങനെയാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസവും കുഫ്റുൻ അക്ബറാണ്, വലിയ കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണത്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഇനം അൻ യതഹാകമ ഇലാ തിൽകൽ അൻദിമത്തിൽ മുഖാലഫതി ലിശർഇല്ലാഹി അസ്സ വജൽ വഹുവ യഅതഖിദു അന്നഹാ മുസാവിയത്തുൻ ലിശർഇല്ലാഹ് ഫൽകുല്ലു ഇൻദഹു സവാ. അതായത് അള്ളാഹുവിന്റെ നിയമത്തിനെതിരായിട്ടുള്ള നിയമങ്ങളിലേക്ക് വിധി തേടി പോകുമ്പോൾ അവൻ വിശ്വസിക്കുന്നത് അതും അള്ളാഹുവിന്റെ നിയമം ഒരുപോലെ തന്നെയാണ്,
ഞാൻ ഖുർആൻ അനുസരിച്ച് ഇന്നൊരു വിധി ഈ വിഷയത്തിൽ സ്വീകരിച്ചാലും ഒരുപോലെ തന്നെ അതേ കാര്യം മനുഷ്യനുണ്ടാക്കി, ഒരു ഭരണഘടന ഉണ്ടാക്കി അതനുസരിച്ച് ഞാൻ വിധി തീർപ്പാക്കിയാലും അതെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മാ ജാഅ ഫി കിതാബില്ലാഹ് വമാ ജാഅ ഫി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു മുസാവിൻ ലിമാ ജാഅ ഫി കിതാബിൽ ഖാനൂനിൽ ഫറൻസി ഔൽ ഖാനൂനിൽ ഇൻഗ്ലീസി. അവന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കിതാബിൽ വന്ന കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്ന കാര്യവും തുല്യമാണ്. ഫ്രഞ്ചുകാരുണ്ടാക്കിയ നിയമത്തിനോട്, ഇംഗ്ലീഷുകാരുണ്ടാക്കിയ നിയമത്തിനോട്. അദ്ദേഹം പറഞ്ഞത് മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ. ആ നിയമങ്ങളോട് ഒരാൾ അതുപോലെ തന്നെയാണ് ഖുർആനിന്റെ നിയമങ്ങളും എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം നിയമങ്ങളിലേക്ക് വിധി തേടി പോകുകയാണ് എങ്കിൽ അതും കുഫ്റുൻ അക്ബറാണ്. ഞാൻ പറയുന്നത് ഖുർആനിലുള്ള നിയമം അത് വിധിച്ചാലും കുഴപ്പമില്ല, അതേപോലെ തന്നെയാണ് ഇത്തരം മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളും അത് വിധിച്ചാലും കുഴപ്പമില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ അതും കുഫറാണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ ഇനം അൻ യതഹാകമ ഇലാ തിൽകൽ അൻളിമത്തിൽ മുഖാലഫത്തി ലിശറഇല്ലാഹ് وهو يعتقد أن حكم الله أحسن وأكمل وأعدل لكن يعتقد أنه يجوز التحاكم إلى ما خالفه وهذا أيضا كفر أكبر. ഇവിടെ അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളാണ്, പക്ഷെ കുഫറിന് പുറത്തുപോയിട്ടൊന്നുമില്ല, കുഫറിൽ തന്നെയാണ്. എന്താണ്? അള്ളാഹുവിന്റേതല്ലാത്ത നിയമങ്ങൾ വിധി തേടുന്ന സമയത്ത് അവൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ നിയമമാണ് ഏറ്റവും നല്ലത്, അള്ളാഹുവിന്റെ നിയമമാണ് ഏറ്റവും പരിപൂർണമായത്, ഏറ്റവും നീതിയുള്ളത് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ വിശ്വാസം എന്താണ്? അതല്ലാത്ത മനുഷ്യനിർമ്മിത നിയമങ്ങളിലേക്ക് പോകലും അനുവദനീയമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ അതും കുഫറാണ്. ഇത് പറയുന്ന സമയത്ത് നമുക്ക് വലിയ അത്ഭുതമുണ്ടാകും. അതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളിലേക്കും ഒരുപാട് ആളുകൾ അങ്ങനെയാണെങ്കിൽ കാഫിറുകളായി തീരുമല്ലോ എന്നൊക്കെ തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, വഹുന അംറാൻ ലാ ബുദ്ദ മിൻ ഫഹ്മിഹാ വൽ ഇൻതിബാഹി ലഹുമാ. ഇവിടെ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഇത് കിതാബ് തൗഹീദിൽ മുഴുവനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കിതാബ് തൗഹീദ് പഠിക്കുന്ന ആളുകൾ മുഴുവനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, അന്നൽ ഹുക്മ ഹുന അലൽ ഫിഅൽ ലാ അലൽ ഫാഇൽ. ഇവിടെ നമ്മൾ പറയുന്നത് ആ ഫിഅലാണ്. ഇങ്ങനെ വിധി തേടി പോകൽ കുഫറുൻ അക്ബറാണ് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ 4 ഇനങ്ങളാകട്ടെ, ഇങ്ങനെ വിധി തേടി പോകൽ അത് കുഫറുൻ അക്ബറാണ്. അത് ചെയ്ത എല്ലാ ആളുകളും കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് ചെയ്ത ആളുകൾ കാഫിറുകളാണെന്ന് പറഞ്ഞില്ല. വനഹ്നു ഹുനാ ലാ നഹ്കുമു അലൽ മുതഹാക്കിം. വിധി തേടി പോയവനെ അല്ല നമ്മൾ ഇവിടെ വിധി പറഞ്ഞത്. വലാകിൻ നഹ്കുമു അലത് തഹാകുമുല്ലദി ഹുവൽ ഫിഅൽ. ആ പ്രവൃത്തി, വിധി തേടി പോകുക എന്ന പ്രവൃത്തിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അതെന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? കാരണം വിധി തേടി പോയവൻ ഷിർക്കുൻ അക്ബർ ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ കുഫ്റുൻ അക്ബർ ചെയ്ത വ്യക്തി കാഫിറോ മുശ്രിക്കോ ആകണമെങ്കിൽ അതിന് ചില ഇജ്തിമാഉ ശുറൂത്തും വഇൻതിഫാഉൽ മവാനിഉം, ചില ഷർത്തുകളൊക്കെ ഒത്തുവരേണ്ടതുണ്ട്. എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ്, ജാഹിലല്ല. അങ്ങനെയുള്ള ഹുക്കുമുകളൊക്കെ വരണം. ചില കാര്യങ്ങളൊക്കെ അവനിൽ ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ ഇന്നയാൾ കാഫിറാണെന്നോ ഇന്നയാൾ മുശ്രിക്കാണെന്നോ പറയാവൂ. അതല്ലാതെ ഇതൊരു ഹുക്കുമ് കേൾക്കുന്ന മുറക്ക് തന്നെ അത് ചെയ്യുന്നവരെല്ലാം കാഫിറുകളായി മുശ്രിക്കുകളായി എന്നൊരിക്കലും പറയാൻ പാടില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, കിതാബ് തൗഹീദൊക്കെ വായിക്കുന്ന ആളുകളിൽ 2 വിഭാഗം ആളുകൾക്ക് തെറ്റു പറ്റാറുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം അവർ ഫരീഖുൻ യുകസ്സിറു الناس ബിഅയാനിഹിം ബിമുജറദി ഫിഅലി മാ ബയ്യനഹു ശൈഖ് റഹിമഹുല്ലാഹ് ഫി കിതാബ് അന്നഹു കുഫ്റുൻ അക്ബർ ഔ ശിർക്കുൻ അക്ബർ. ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരുപാട് അധ്യായം, 67ഓളം അധ്യായം ഇതിലുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു വിഷയത്തിൽ ഇന്നത് കുഫ്റുൻ അക്ബറാണ്, ഷിർക്കുൻ അക്ബറാണ് എന്ന് പറയുമ്പോഴേക്കും അത് ചെയ്ത ആളുകളെ ഉടനെ കാഫിറാക്കുന്ന, മുശ്രിക്കാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, വേറെ വിഭാഗം ആളുകൾ അവർ കിതാബ് തൗഹീദ് വായിച്ചുകൊണ്ട് കിതാബ് തൗഹീദിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജനങ്ങളെ മുഴുവൻ തക്ഫീർ ചെയ്യുന്ന ആളാണ്. എങ്ങനെ അമലുകൾ ചെയ്താലും ആളുകളൊക്കെ മുശ്രിക്കാണെന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് വിരോധം കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ പല രാജ്യങ്ങൾ പോലും കിതാബ് തൗഹീദ് അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ അവർ നിയമങ്ങൾ പാസാക്കിയത് കാണാൻ സാധിക്കും.
അത് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരിക്കലും മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത് أن هذا الأحكام المذكورة كما سمعتم متعلقة بأمر خفي متعلقة بما في القلب. ഇവിടെ പറഞ്ഞ വിഷയം ഇതൊക്കെ ഖൽബിലുള്ള വിഷയമാണ്. ഫലാ യജൂസു ലിഅഹദിൻ അൻ യതസല്ലത അലാ ഖുലൂബിൻ നാസ്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തി നോക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. ഇവൻ എന്നതാണ് വിശ്വസിക്കുന്നത്, ഇവൻ ഇങ്ങനെ വിധി തേടി പോകുന്ന സമയത്ത് അതിനെ പരിഹസിച്ചിട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല. അവന്റെ ഹൃദയത്തിലാണ് കാര്യം. അതല്ലെങ്കിൽ അവൻ അതിനേക്കാളും മുന്തിയ വിധിയാണത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, നമുക്കറിയില്ല. അല്ലെങ്കിൽ അതും ഇതും ഒരുപോലെയാണ് എന്ന രൂപത്തിലാണ് അവൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അത് ജായിസാണെന്ന അർത്ഥത്തിലാണോ അവൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം അത് ഖൽബിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഖൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിധികൾ പറയുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അസ്ൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ്. പിന്നീട് അതിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടുകൂടി അവന്റെ വിശ്വാസം അതാണ് എന്ന് വ്യക്തമാക്കിയാലേ ആ നിയമം പറയാൻ പാടുള്ളൂ. അതല്ലാതെ ഒരാളുടെ ബാഹ്യമായ ഒരു പ്രവർത്തനം അനുസരിച്ചുകൊണ്ട് ഉടനെ തന്നെ അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന രൂപത്തിൽ പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പ്രത്യേകം ഇവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ഇതിലുള്ള അഞ്ചാമത്തെ ഇനം എന്ന് പറയുന്നത് അൻ യതഹാകമ ഇലാ തിൽകൽ അൻളിമതി വഹുവ യഅതഖിദു അന്നഹു ആസിൻ. അവൻ അല്ലാഹുവിന്റെ നിയമത്തിനെതിരായിട്ടുള്ള വിധിയിലേക്ക് വിധി തേടുന്നത്, അവൻ വിശ്വസിക്കുന്നുണ്ട് അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൻ വിശ്വാസമുണ്ട്. വലാകിൻ തഗ്ലബുഹു ശഹവതുഹു വഹവാഹു. പക്ഷെ അവനെ അതിജയിച്ചിരിക്കുന്നു, അവന്റെ ദേഹേച്ഛകൾ അവൻ അതിജയിച്ചിരിക്കുന്നു. ഫഹാദാ കബീറത്തു മിൻ കബാഇരി ദുനൂബ് വലൈസത് കുഫ്റ. അത് വൻപാപത്തിൽപ്പെട്ടതാണ്, അത് കുഫ്റല്ല. ഏതുപോലെ ഉദാഹരണം അദ്ദേഹം ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. ഒരു വ്യക്തി അയാൾ മറ്റൊരാളുമായിട്ട് കച്ചവടം അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയ പലിശ ഇടപാടാണ്. ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, എന്നിട്ടൊരു കോൺട്രാക്ട് എഴുതി 1 വർഷത്തിന് ശേഷം 2 ലക്ഷം രൂപയായിട്ട് തിരിച്ചു തരണം. 1 ലക്ഷം പലിശയാണ്. മറ്റേയാളും സമ്മതിച്ചു, കൊടുത്തവനും വാങ്ങിയവനൊക്കെ സമ്മതിച്ചു. പക്ഷെ 1 വർഷം കഴിഞ്ഞ സമയത്ത് ഇവന് കൊടുക്കാനില്ല. അപ്പൊ ഇവൻ തീരുമാനിച്ചു, ഇവൻ മറ്റവനെ കുഴപ്പത്തിലായി, തർക്കത്തിലായി ഇവൻ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഈ കടം വാങ്ങിയ തിരിച്ച് 2 ലക്ഷം കൊടുക്കേണ്ട വ്യക്തിക്കറിയാം, അല്ല കടം കൊടുത്ത തിരിച്ച് 2 ലക്ഷം ലഭിക്കേണ്ട കടം കൊടുത്ത വ്യക്തിക്കറിയാം, ഇസ്ലാമിക കോടതിയിലേക്ക് ഞാൻ പോയാൽ എനിക്ക് പലിശ കിട്ടൂല. കാരണം ഇസ്ലാമിക കോടതിയിൽ പോയാൽ നിന്റെ കോൺട്രാക്ട് പരിശോധിക്കും, 1 ലക്ഷത്തിന് 2 ലക്ഷം തിരിച്ചു കൊടുക്കണം, അഖ്ദുൻ ബാത്തിൽ, തെറ്റായ അഖ്ദാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കൊടുത്ത കടമാണിത്, കൊടുത്തത് തിരിച്ചു കൊടുക്കുക, അത്രേ കിട്ടുള്ളൂ. ഇസ്ലാമിക നിയമപ്രകാരം പോയാൽ 1 ലക്ഷം കിട്ടുള്ളൂ, അതവൻ അറിയാം. പക്ഷേ അവൻ 1 ലക്ഷത്തിനോടുള്ള താല്പര്യം കാരണത്താൽ അവൻ ഇസ്ലാമികേതര ഭരണാധികാരികളുടെ നിയമങ്ങളിലേക്ക് പോകും. അവരുടെ നിയമങ്ങളിലേക്ക് പോയാൽ അവിടെ കൃത്യമായി അവൻ ഏതൊരു മുദ്രക്കടലാസിലാണോ ഈ കാര്യങ്ങൾ എഴുതി വെച്ച് രേഖയാക്കിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് വിധി നടപ്പാക്കപ്പെടുക. 1 ലക്ഷത്തിന് 2 ലക്ഷം തരുമെന്ന് 2 പേരും എഴുതി ഒപ്പിട്ടാൽ അവിടെ അതനുസരിച്ച് സാക്ഷികളൊക്കെ ഹാജരാക്കിയാൽ അതനുസരിച്ച് 2 ലക്ഷം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയമത്തിലേക്ക് പോകാൻ തയ്യാറല്ല. കാരണം അങ്ങനെ പോയാൽ എനിക്ക് 1 ലക്ഷം കിട്ടുള്ളൂ, കൊടുത്തതേ കിട്ടുള്ളൂ, പലിശയും കൂടി കിട്ടണമെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളിലേക്ക് പോകണം. അവനറിയാം, ഇസ്ലാമിന്റെ നിയമം അറിയാം, അതാണ് ശരിയെന്നറിയാം. പക്ഷേ ഈ 1 ലക്ഷം കിട്ടേണ്ട നേട്ടത്തിന് മാത്രമായി അവൻ ഇസ്ലാമിന്റെ നിയമമല്ലാത്ത നിയമങ്ങളിലേക്ക് വിധി തേടി പോവുകയാണ്. അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അത് കുഫറല്ല, വൻപാപമാണ്, വളരെ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. ഇനി സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എല്ലാ സമയത്തും ആളുകൾ അള്ളാഹുവിന്റേതല്ലാത്ത വിധികളെ തേടി പോകുക എന്നുള്ളത് വളരെയധികം അനായാസത്തോടുകൂടി പോകുക എന്നുള്ളതല്ല. ചില സമയത്തൊക്കെ മുൽത്തറായി, അതായത് നിർബന്ധിക്കപ്പെട്ട അവസ്ഥയായി ആളുകൾക്ക് പോകേണ്ടി വരും. അത്തരക്കാരുടെ വിധി വേറെയാണ്, അത് പ്രത്യേകം മനസ്സിലാക്കുക. നിർബന്ധിതാവസ്ഥയിൽ നമുക്ക് അള്ളാഹുവിന്റേതല്ലാത്ത വിധി തേടുന്നതിനു വേണ്ടി ഇത്തരം നിയമങ്ങളെ, നിയമസംഹിതകളെയൊക്കെ നമുക്ക് അതിനെ അനുസരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അതിലേക്ക് സമീപിക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒരുപോലെയല്ല. പണ്ഡിതന്മാർ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഒരു മുസ്ലിം വേറൊരു അനിസ്ലാമിക രാജ്യത്ത് പോയി അവിടെയുള്ള മുസ്ലിം അല്ലാത്തൊരു കാഫറുമായി കച്ചവടത്തിന് ഏർപ്പെട്ടു എന്ന് കരുതുക. അവനുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഒരു സൗദി അറേബ്യയിൽ ഒരു വ്യക്തി, ഒരു സൗദി
ലണ്ടനിൽ പോയി, ഇംഗ്ലണ്ടിൽ പോയി അവിടെ ഒരു കച്ചവടം ആരംഭിച്ചു. പിന്നീട് അവർക്ക് തമ്മിൽ കുഴപ്പങ്ങളുണ്ടായി. അവിടെയുള്ള ഇംഗ്ലീഷുകാരൻ ഈ അറബിയെ പറ്റിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം, ഇവനെ സംബന്ധിച്ചിടത്തോളം എന്തിനെ സാധ്യതയുള്ളൂ? ഈ പറ്റിച്ച പൈസ കിട്ടണമെങ്കിൽ അവിടെയുള്ള കോടതിയെ സമീപിക്കേണ്ടി വരും. അതല്ലാതെ വേറെ വഴിയില്ല. അവൻ രണ്ടാലൊരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ പൈസ മൊത്തം അവൻ പറ്റിച്ചെടുത്തത് അവൻ വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ അവിടെയുള്ള കോടതിയിൽ പോയി തീരുമാനമാക്കുക. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ കീഴിൽ നടക്കുന്ന അവിടെയുള്ള കാര്യത്തിൽ ഒരു കച്ചവടത്തിലോ മറ്റോ ഏർപ്പെട്ടാൽ അവിടെയുള്ള നിയമത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. സൗദി അറേബ്യയിൽ പോയി ഇസ്ലാമികമായി വിധിക്കാൻ അവൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അവൻ മുൽത്തറാണ്. അപ്പൊ മുൽത്തറാക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത്തരം രാജ്യത്ത് പോയി ഇങ്ങനെ ഒരു കച്ചവടം നടത്തി. ആ വ്യക്തിയാണ്, ആ രാജ്യക്കാരനായ കാഫിറായ വ്യക്തിയാണ് കോടതിയിലേക്ക് ഇവനെതിരെ ഒരു പരാതി കൊടുത്തത് എന്ന് വിചാരിക്കുക. ഇവിടെ ഇവന് അത് വേറൊരു ഓപ്ഷൻ കൂടിയില്ല. നേരത്തെ പറഞ്ഞു വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതുപോലും സാധിക്കുകയില്ല. കാരണം അവൻ ഇങ്ങോട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയിൽ പോയി അവരുടെ വിധി അനുസരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുന്നതിന് വേണ്ടി അവിടെ സമീപിക്കുക എന്നുള്ളത് നിർബന്ധിതാവസ്ഥയിലാണ്. അവിടെയും നിർബന്ധിതാവസ്ഥയിലാണ്. വേറെയും ചില ഉദാഹരണങ്ങൾ കൊടുത്തത് കാണാൻ സാധിക്കും. അവർ കൊടുക്കുന്നു, ഇപ്പൊ യൂറോപ്പിലും മറ്റുമൊക്കെ പോയി ഒരാള് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മുസ്ലിമും മറ്റൊരാളും കല്യാണം കഴിച്ചു, ഒരു മുസ്ലിമായ ആണും പെണ്ണും കല്യാണം കഴിച്ചു. എന്നിട്ട് ആ മുസ്ലിമായ വ്യക്തി ആ സ്ത്രീയെ ഒഴിവാക്കി കളഞ്ഞു. പക്ഷെ ത്വലാഖ് ചെയ്തിട്ടില്ല. ത്വലാഖും ചെയ്തിട്ടില്ല, എന്നാൽ ഭാര്യ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞു. അവളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ പിന്നീട് ഈ ത്വലാഖിനു വേണ്ടി, ഡൈവോഴ്സിനു വേണ്ടി ഇത്തരം കാര്യങ്ങളെ അവിടെയുള്ള ഭരണ സംഹിതകളെ സമീപിക്കുക എന്നതല്ലാതെ വേറൊരു വഴിയില്ല. അവൾ മുൽത്തറാണ്. ഇയാളുമായി ഞാൻ ബന്ധമില്ല എന്ന് അവൾക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധിക പണ്ഡിതന്മാരും ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം ഇതാണ് ശരിയായ അഭിപ്രായമായി പറയുന്നത്. ഇവിടെ അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കോടതികളെ സമീപിക്കുക എന്നുള്ളത് ജായിസാണ്. പക്ഷേ ചില ഷർത്തുകളുണ്ട്. ചില ഷർത്തുകളോടുകൂടി ജായിസാണ്, നിരുപാധികം ജായിസാണ് എന്നല്ല. അതിലൊന്നാമത്തെ ഷർത്ത്, ആ നിയമത്തിനോട് അവന് വെറുപ്പുണ്ടായിരിക്കണം. അതിനോട് ഒരിക്കലും തൃപ്തി ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ അള്ളാഹുവിന്റെ വിധിയോട് മാത്രമേ അവന് തൃപ്തി ഉണ്ടാകാൻ പാടുള്ളൂ. അള്ളാഹുവിന്റേതല്ലാത്ത ഈ വിധിയിലേക്ക് തേടിപ്പോകുക എന്നുള്ളത് അവന് വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അവനതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇവിടെ ഒരു നാട്ടിലൊരു സ്വത്ത് തർക്കത്തിൽ ഏർപ്പെടുകയാണ്, അയൽവാസിയുടെ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അയാൾ പറയുന്നത് ഈ ഭാഗം എന്റേതാണ്, എനിക്കറിയാം ഈ ഭാഗം എന്റേതാണ്, എന്റെ അടുത്ത് അതിൻ്റെതുമായ തെളിവുകളുണ്ട്. അയാൾ കള്ള ആധാരങ്ങളോ കള്ള തെളിവുകളോ കൊണ്ടുവന്നു. അതെനിക്കിവിടെ തെളിയിക്കണമെങ്കിൽ ഇവിടെയുള്ള കോടതിയിലോ ഇവിടെയുള്ള കാര്യങ്ങളെ സമീപിക്കാതെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും ഇവിടെയുള്ള ഈ നിയമങ്ങളെ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടോ തൃപ്തിപ്പെട്ടോ കൊണ്ടോ അല്ല അതിലേക്ക് സമീപിക്കുന്നത്. മറിച്ച് നമ്മൾ അതിനെ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ വിധിക്കാൻ അർഹതയുള്ളൂ, അവന്റെ വിധി മാത്രമേ ശരിയായ വിധിയുള്ളൂ, കിതാബും സുന്നത്തും മാത്രമേ അനുസരിച്ച് വിധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വെറുത്തുകൊണ്ട് അവൻ അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഷർത്തായി അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് അയ്യക്കൂന ദററു മുതഹഖിഖൻ വ മൗജൂദൻ വലൈസ മൗഹൂമൻ വലാ മുതവഖിഅൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ അവൻ ഇത്തരം കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ എന്നാണ്. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു കാര്യത്തിനൊന്നും വേണ്ടി പോകാൻ പാടില്ല. കാരണം ഇങ്ങനെ വിധി തേടി പോകുക എന്നുള്ളത് നിരുപാധികം ജായിസായ കാര്യമല്ല, അനുവദനീയമായ കാര്യമല്ല. ആവശ്യത്തിനൊക്കെ പോയി ഇങ്ങനെ വിധി തേടി പോകുക, അള്ളാഹുവിന്റേതല്ലാത്ത നിയമം കൊണ്ട് വിധിക്കുന്നിടത്ത് വിധി തേടി പോകുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല, അവൻ പാപമാണ് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ. പക്ഷേ ഇങ്ങനെ ഒരു ഉപദ്രവം ഉള്ളത് കൊണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവൻ പോകുന്നത് എന്ന ബോധ്യത്തോടുകൂടി അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ എന്നാണ്. അതുപോലെ യകൂന ദററു അളീമൻ ലാ യുഹ്തമൽ വൽ മഫ്സദതു ഫീഹി അളീമ. വലിയൊരു കാര്യത്തിനെ പോകാൻ പാടുള്ളൂ. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ വിധി തേടി പോകേണ്ടതില്ല എന്നാണ്. വളരെ നിസ്സാരമായ ചില കാര്യത്തിനാണ് എങ്കിൽ അങ്ങനെ തേടി പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് സൗദി അറേബ്യത്തെ കാര്യമായിരിക്കും, ഒരു 10,000 റിയാലിനോ 20,000 റിയാലിനോ അദ്ദേഹം പറയുന്നത് അതിനു വേണ്ടിയിട്ടൊന്നും നീ പോവാതിരിക്കലായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ചെറിയ ചെറിയ കാര്യത്തിനല്ല, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നാണ്.
അടുത്ത ഷർത്തായി അദ്ദേഹം പറയുന്നു അല്ലാ യൂജദ ത്വരീഖുൻ ആഖർ ഗൈറ തിൽക്കൽ മഹാകം, ഇതല്ലാത്ത വേറെ വഴിയില്ലാതിരിക്കുക. നേരത്തെ അദ്ദേഹം പറയുന്നുണ്ട് ആ യൂറോപ്പിലുള്ള സ്ത്രീയുടെ തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ഇസ്ലാമിക മർക്കസുൻ ഇസ്ലാമി അവിടെ വിധി തീർപ്പാക്കപ്പെടുന്ന വല്ല അവസ്ഥയും ഉണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവൻ അവിടെയാണ് പോകേണ്ടത്, അതല്ലാതെ ഇത്തരം കോടതികളിലേക്കല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളിടത്തേക്കാണ് അവൻ പോകേണ്ടത്, അതല്ലാത്തടത്ത് പോകുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അഞ്ചാമത്തെ ഷർത്ത് അൻ യഖ്തസിറൽ മുതഹാകിമു അലാ ഹഖ്ഖിഹി ശർഈ വലാ യഖുദു മാ യസീദു അലാ ദാലിക്. അതായത് ഇവന് ഇസ്ലാമിക വിധി തേടുന്ന സമയത്ത് ചിലപ്പോ ദീൻ അനുവദിക്കുന്നതിനേക്കാൾ അപ്പുറം ആനുകൂല്യം ഈ നിയമങ്ങൾ വെച്ചിട്ടുണ്ടാവും. ദീൻ അനുവദിക്കുന്നതിനേക്കാൾ അപ്പുറം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അപ്പുറം ഉപകാരങ്ങൾ ചിലപ്പോ ഈ പറയുന്ന നിയമങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. അതവൻ സ്വീകരിക്കാൻ പാടില്ല. ദീനിൽ ഇത്രേ സ്വീകരിക്കാൻ പാടുള്ളെങ്കിൽ അത്രയും അവൻ നിർത്തണം, അതിനപ്പുറത്തേക്ക് അവൻ തരാൻ പാടില്ല. കാരണം അയാൾക്ക് അങ്ങനെ വിധിക്കാൻ അനുവാദമില്ല. അയാൾ ഉണ്ടാക്കിയ മനുഷ്യരുണ്ടാക്കിയ നിയമപ്രകാരമാണ് അവൻ വിധിക്കുന്നത്, അതനുസരിച്ച് അയാൾ അത് സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ദീൻ എത്രയാണോ, ദീനിൽ ഈ വിഷയത്തിൽ ഒരു വിധി ഉണ്ടെങ്കിൽ അതിനെത്രയാണോ ഉണ്ടാവുക അത്രേ സ്വീകരിക്കാവൂ, അതിനപ്പുറത്തേക്ക് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പ്രത്യേകം പറയുന്ന കാര്യമാണ് ഈ വിഷയത്തിൽ ഒരാളുടെ മേൽ ഹുക്മു പറയുന്നതും അതുപോലെ തന്നെ ഒരു വിഷയം കുഫ്റാണെന്ന് പറയുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. കുഫ്റാണെന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഉടനെ കാഫിറാകുക എന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നീട് ഷെയ്ഖ് അത് കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. ഖാല ഷെയ്ഖ് റഹിമഹുല്ലാ ബാബു ഖൗലില്ലാഹി തആല, അതിന്റെ തലക്കെട്ട് അതൊരായത്താണ്. അലം തറ ഇലല്ലദീന യസ്ഉമൂന, നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലദീന യസ്ഉമൂന, അവർ വാദിക്കുകയാണ്, അവർ പറയുകയാണ്, അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, അവർ താങ്കൾക്ക് ഇറങ്ങിയ കാര്യത്തിലും വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾക്ക് മുമ്പ് ഇറങ്ങിയ കാര്യത്തിലും വിശ്വസിച്ചിരിക്കുന്നു. എന്തിനാണ് താങ്കൾക്ക് മുമ്പിറങ്ങിയ കാര്യത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? യുരീദുന യതഹാകമു ഇല താഗൂത്ത്, അവർ അള്ളാഹുവിന്റേതല്ലാത്ത വിധികളിലേക്ക് വിധി തേടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വഖദ് ഉമിറു യക്ഫുറു ബിഹി, അതെല്ലാം തള്ളിക്കളയാനാണ്, നിഷേധിച്ചു കളയാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലദീന യസ്ഉമൂന എന്ന് പറയുന്ന വാക്ക് പൊതുവെ അവർ അത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനാണ്, വാദിക്കുന്നതിനാണ്. അങ്ങനെ ഒരു വിശ്വാസം അവർക്കില്ല. അതിനാണ് പൊതുവെ അറബി ഭാഷയിൽ സഅമ യസ്അമു എന്ന് പറയുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു, വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കണ്ടിട്ടില്ലേ എന്നാണ് പറയുന്നത്. ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്ക് ഇറങ്ങിയ കാര്യത്തിലും താങ്കൾക്ക് മുമ്പ് ഇറങ്ങിയ കാര്യത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്നവരെ കണ്ടില്ലേ എന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങിയ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാനുള്ളത്? അതിലിറങ്ങിയ മുഴുവൻ കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അത് പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിലുള്ളത് വിശ്വസിക്കണം, അത് പിൻപറ്റണം. ഹദീസിലുള്ളത് വിശ്വസിക്കണം, അത് പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള നബിമാരിൽ വിശ്വസിക്കുക, അവർക്ക് ഇറങ്ങിയതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കിതാബാണെന്ന് വിശ്വസിക്കുക എന്നതാണ്. അതെല്ലാം ദുർബലപ്പെട്ടു എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി ജനങ്ങളുടെ കയ്യിലുള്ള പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ, ഇന്ന് ബൈബിളായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് മുഹറഫാണ്, അത് തിരുത്തപ്പെട്ട കൈകടത്തപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി അതിലെന്തെങ്കിലുമൊക്കെ കൈകടത്തപ്പെടാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ദുർബലപ്പെട്ടു എന്ന് വിശ്വസിക്കലാണ്. അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതാണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ, മുൻപുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന് താല്പര്യം അതാണ്. അപ്പൊ ഇവരിത് വാദിക്കുക മാത്രമാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? യുരീദൂന അയ്യതഹാകം, ഇതുമായി ബന്ധപ്പെട്ട സബബ് നുസുൽ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇത് ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം അവസാനം കൊടുത്തിട്ടുണ്ട്. യുരീദൂന അയ്യതഹാകമു, അവർ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിധി തേടാൻ ഉദ്ദേശിക്കുകയാണ്. യുരീദൂന അയ്യതഹാകമു ഇല താഗൂത്ത്, താഗൂത്തുകളിലേക്ക് വിധി തേടാൻ അവർ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുക എന്നുള്ളത് തന്നെ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തന്നെയാണ് ആക്ഷേപിക്കുന്നത്. അവർ ഇത് തേടി പോയിട്ടില്ല. യുരീദൂന യതഹാകമു ഇല താഗൂത്ത്, അല്ലാഹുവിന്റെ അതല്ലാത്ത വിധികളെ തേടാൻ ഉദ്ദേശിക്കാൻ. കാരണം അത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റേതല്ലാത്ത വിധിയെ അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ മുൽത്തറല്ല. അത് മനസ്സിലാക്കണം. നേരത്തെ വായിച്ച തഖ്സീം അതിൽ മനസ്സിലാക്കണം. അതാണ് മുന്തിയതെന്ന് പറഞ്ഞുകൊണ്ടോ
അതല്ലെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതും അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവർ ഇതിലേക്ക് തേടിപ്പോവുകയാണ്. അതല്ലാതെ നിർബന്ധിത അവസ്ഥയിൽ പോകുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. അത് താല്പര്യപ്പെട്ടുകൊണ്ട് അതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നതാണ്. ഇതിന്റെ സംഭവം നുസൂൽ നമുക്ക് മനസ്സിലാവും. മുനാഫിക്കുകളായ ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. യുരീദൂന യതഹാകമു ഇല താഗൂത്ത്, താഗൂത്തിലേക്ക് പോകുകയാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈ പറയുന്നുണ്ട്, ഈ ആയത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. തവാഗീത്ത് എന്ന് പറഞ്ഞാൽ കേവലം അസ്നാബുകൾ മാത്രമല്ല, കേവലം വിഗ്രഹങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിധിക്കെതിരായി കൊണ്ട് വിധിക്കുന്ന ആളുകളൊക്കെ താഗൂത്തുകളാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ ധിക്കരിക്കാനാണ്, അതിനെ നിഷേധിക്കാനാണ്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, അതെല്ലാം നിഷേധിക്കാനാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ആയത്ത്, അതിന്റെ തൊട്ടു മുമ്പത്തെ ആയത്ത് ഇസ്ലാമിന്റെ ശർഈയായ അടിസ്ഥാനം എന്താണെന്ന് അല്ലാഹു തആല ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പത്തെ സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്താണിത്. 59-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, ദീനിന്റെ അസ്ല് കാണാം ഈ വിഷയത്തിൽ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കുക, അവർ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നവരാണെങ്കിൽ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എവിടെ മടക്കണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. നിങ്ങളുടെ തഹാക്കും, നിങ്ങൾ വിധി തേടി പോകേണ്ടത്, അഭിപ്രായ വ്യത്യാസം തീരാൻ വിധി തേടി പോകേണ്ടത് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന അടിസ്ഥാനം പഠിപ്പിച്ചു. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിധി തേടി പോകണമെന്നാണ്. അപ്പോൾ അങ്ങനെ തേടി പോകാത്ത ആളുകൾ അവരുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും ഖൈറായത്, ഏറ്റവും നല്ല പര്യവസാനം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷമാണ് അലം തറ ഇലല്ലദീന യസ്ഉമൂന, ഈ പറയുന്ന അടിസ്ഥാനം വിട്ടുകൊണ്ട് മുനാഫിക്കുകളായ ആളുകൾ അല്ലാഹുവിന്റേതല്ലാത്ത വിധിയെ തേടി പോകുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒന്നാമത്തെ തെളിവ് കൊടുത്തത് ഖാല മുസ്തനിഫ് റഹിമഹുല്ലാഹ് വഖൗലിഹി തആല വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, സൂറത്തുൽ ബഖറയിലെ 11-ാമത്തെ ആയത്താണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ, ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവർ പറയും ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരല്ല, നന്നാക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ആയത്തിന് ഇവിടെയുമായി ബന്ധം? എന്താണ് ഈ ആയത്ത്? മുനാഫിക്കുകളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറയവേ പറഞ്ഞ കാര്യമാണിത്. അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരല്ല, ഞങ്ങൾ നന്നാക്കുന്നവരാണ് എന്ന് പറയുന്നതാണ്. ഈ ആയത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തൊട്ടു മുമ്പുള്ള അതിന്റെ തലക്കെട്ടുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിധി തേടി പോകുക എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫസാദാണ്. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിധി തേടി പോകുക എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫസാദാണ്. എന്നിട്ട് അവർ പറയുന്നത്, അങ്ങനെയുള്ള ഫസാദ് ഉണ്ടാക്കിയിട്ട് അവർ പറയുന്നത് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്നാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ലാ തുഫ്സിദു ഫിൽ അർള് എന്ന് പറയുന്നതിൽ ഫസാദ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹിസ്സിയായിട്ടുള്ള ഫസാദ് ഉണ്ട്, അതായത് മനുഷ്യന്മാരെ കൊല്ലുക, വീടുകൾ തകർക്കുക, മരങ്ങളൊക്കെ വെട്ടിമാറ്റുക, ഇതൊക്കെ ഹിസ്സിയായ തൊട്ടറിയാൻ പറ്റുന്ന ഫസാദാണ്. മഅനവിയായ ഫസാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ മുനാഫിക്കുകൾ അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട കാര്യമായ അള്ളാഹുലേക്ക് വിധി തേടുക എന്ന് പറയുന്ന കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിധി തേടിപ്പോയി. അതാണ് ഈ ആയത്ത്, ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുക്കുവാനുള്ള കാര്യം. ഏറ്റവും വലിയ ഫസാദ് അതിൽപ്പെട്ടതാണ് അത്തഹാക്കുമു ഇല താഗൂത്ത്, താഗൂത്തിലേക്ക് വിധി തേടി പോകുക എന്നുള്ളത്. തൊട്ടടുത്ത ആയത്തും ഇതുമായി ബന്ധപ്പെട്ടതാണ്. വഖൗലിഹി തആല വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, ബഅദ ഇസ്ലാഹിഹാ, അത് നന്നാക്കിയതിനു ശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി അവന്റെ നിയമങ്ങൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അവന്റെ കിതാബിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചിരിക്കെ അതനുസരിച്ച് പോകുന്നതിന് പകരം നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റേതല്ലാത്ത വിധികൾ തേടി പോകാൻ പാടില്ല. അങ്ങനെ വിധി തേടിപ്പോകുന്നത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കലാണ്. വലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മുനാഫിക്കുകളുടെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. അവരതിൽ അറിയപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത് അവർക്കെതിരാണ് എന്ന് തോന്നുന്ന സമയത്ത്
അവർ അള്ളാഹുവിന്റേതല്ലാത്ത വിധി തേടിപ്പോയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് തെളിവായിട്ടാണ് അദ്ദേഹം മുനാഫിക്കുകളുടെ പ്രവർത്തനമായ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നതിന് ഈ ആയത്ത് തെളിവായി കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതിനുശേഷം ഒന്നുകൂടി വ്യക്തമായിട്ടുള്ള ആയത്തുകൾ അദ്ദേഹം കൊടുക്കുന്നു. വഖൗലിഹി തആല അഫഹുകുമൽ ജാഹിലിയ്യതി യബ്ഗൂൻ, അഫഹുകുമൽ ജാഹിലിയ്യതി യബ്ഗൂൻ, അവർ ജാഹിലിയ വിധികളെയാണോ തേടിപ്പോകുന്നത്? വമൻ അഹ്സനു മിനല്ലാഹ് ഹുക്മൻ ലിഖൗമി യുഖിനൂൻ, ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ അവന്റേതിനേക്കാൾ അഹ്സനായ ഏറ്റവും നല്ലതായ വിധി മറ്റെന്തുണ്ട് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇവിടെ ഹുക്മുൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇസ്ലാമിന് മുമ്പുണ്ടായ കാര്യമാകട്ടെ ഇസ്ലാമിന് ശേഷമുണ്ടായ കാര്യമാകട്ടെ, കുല്ലു മാ ഖാലഫ ശർഅ അല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്തിനോട് എതിരാകുന്ന മുഴുവൻ കാര്യങ്ങളും ഹുക്മുൽ ജാഹിലിയ. അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു. ഇപ്പൊ ഖുറൈശികൾ ഇസ്ലാമിന് മുമ്പ് ഒരുപാട് വിധികൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അഹ്കാമുൽ ജാഹിലിയ. അതുപോലെ അവിടെ അറാബികളായ ഗ്രാമീണരായ ആളുകൾ അവർക്ക് ഓരോ കബീലയിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ കിതാബിനെതിരായിട്ടുള്ള നിയമങ്ങൾ, അതൊക്കെ ഹുക്മുൽ ജാഹിലിയ. അതുപോലെ അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള നിയമങ്ങളെല്ലാം ഹുക്മുൽ ജാഹിലിയ. അപ്പൊ അങ്ങനെയുള്ളതിലേക്കാണോ നിങ്ങൾ തേടിപ്പോകുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. ഫഹുക്കുമൽ ജാഹിലിയ്യതി യബ്ഗൂൻ, അല്ല ജാഹിലിയത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കുഴിച്ചുമൂടുക എന്നുള്ളത് മാത്രമല്ല. അത് മാത്രമല്ല ജാഹിലിയത്തിന്റെ നിയമം, അള്ളാഹുവിന്റെ ദീനിനെതിരാകുന്ന ഏതൊരു നിയമമാകട്ടെ അതിനെ തേടി പോകുന്നവരെ അള്ളാഹു ചോദിക്കുന്നു, അഫഹുക്കുമൽ ജാഹിലിയ്യതി യബ്ഗൂൻ, നിങ്ങൾ ജാഹിലിയത്തിന്റെ വിധിയാണ് തേടിപ്പോകുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ, ഈ ദീനിൽ ശരിക്കും ദൃഢവിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ വിധിയേക്കാൾ മറ്റേത് വിധിയാണ് നന്നായിട്ടുള്ളത്. പക്ഷെ ദൃഢവിശ്വാസം വേണം. ലിഖൗമി യുഖിനൂൻ, എല്ലാവർക്കും അല്ല, ലിഖൗമിൻ യുഖിനൂൻ, ഇതിൽ ഉറപ്പ് വേണം, യഖീനുമാണ്. അള്ളാഹിന്റെ നിയമം അനുസരിച്ച് വിധിച്ചു കഴിഞ്ഞാൽ അത് മതി എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അതിനേക്കാൾ നല്ല നിയമമില്ല അല്ലാഹു തആല വളരെ കൃത്യമായി പറയുന്നു. അടുത്തത് ഒരു ഹദീസാണ്. عن عبد الله بن عمرو أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم നിങ്ങളിൽ ഒരാൾ വിശ്വാസി ആവുകയില്ല ഹത്താ യകൂന ഹവാഹു, അവന്റെ ദേഹേച്ഛകളായിത്തീരുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യത്തിനോട് യോജിച്ചു വരുന്നതുവരെ അവൻ മുഅ്മിനായി തീരുകയില്ല എന്നാണ്. ഖാല നവവി ഹദീസുൻ സഹീഹ് റവൈനാഹു ഫി കിതാബിൽ ഹുജ്ജത്തി ബിസ്നാദിൻ സഹീഹ്. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് അൽ അർബഉൻ നവവിയിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഇത് സഹീഹാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസിന്റെ പരമ്പര പരിശോധിച്ച പല പണ്ഡിതന്മാരും ഈ ഹദീസിൽ ദഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹികം അർബഉൻ നവവിയുടെ ശർഹാണ്, അതിൽ അദ്ദേഹം ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അത് ദഈഫാണെന്ന് പറഞ്ഞു. പക്ഷേ ലാക്കിൻ മഅനാഹു സഹീഹ്, അതിന്റെ അർത്ഥം ശരിയാണ്. അതെ, അതിന്റെ അർത്ഥം ശരിയാണ്. ഇതിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്നതിനോട് നമ്മുടെ ദേഹേച്ഛ അതിനോട് നമ്മുടെ ദേഹേച്ഛ യോജിച്ചു വരുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൊണ്ടുവന്നാൽ നമ്മുടെ നമ്മുടെ ദേഹം ഇച്ഛിക്കുന്ന കാര്യം അതിനോട് യോജിക്കേണ്ടതുണ്ട്, അതിനോട് എതിരാകാൻ പാടില്ല. അപ്പോൾ അതിനോട് എതിരാകുക എന്നുള്ളത് ചില സമയത്ത് അത് കുഫറിലേക്ക് എത്തുന്ന കാര്യമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് എതിരാകുക എന്നുള്ളത് 3 സമയത്ത് അത് കുഫറായി തീരും. അതിൽ ഒന്നാമത്തെ അവസ്ഥ അൻ തകൂന ഇറാദതുഹ കുല്ലഹ തബഅൻ ലിമാ ഖാലഫ ശർഅ. അവന്റെ ദേഹേച്ഛകൾ മൊത്തം, അവന്റെ ചിന്തകൾ മൊത്തം അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, അവൻ ചെയ്യുന്ന പ്രവർത്തനം മൊത്തം അള്ളാഹുവിന്റെ ദീനിനെതിരാണ് എങ്കിൽ അവൻ കുഫറാണ് ചെയ്യുന്നത്, അവൻ കാഫിറായി പോകും. അവൻ ചെയ്യുന്ന മൊത്തം പ്രവർത്തനം അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. ചില മഅസിയത്തുകൾ മാത്രം ചെയ്യുന്ന ആളുകളല്ല, ചില മഅസിയത്തല്ല, അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ശരീഅത്തിനെതിരോടാണെങ്കിൽ അത് കുഫറാണ്. രണ്ടാമത്തെ കാര്യം അൻ യകൂന മൈലുഹു ഇലാ മാ ഖാലഫ ശർഅ അല്ലാഹ് ഖുർഹൻ ലിശർഇല്ലാ വബുഗ്ളൻ ലിശർഇല്ലാ മഅ ഇൽമിഹി ബിശർഇല്ലാ. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി അറിഞ്ഞതിന് ശേഷം അതിനെ വെറുത്തുകൊണ്ട്, അതിനോട് ദേഷ്യം കാണിച്ചുകൊണ്ട് അവൻ അതിനോട് എതിരായാൽ അവനും കാഫിറായിത്തീരും. മൂന്നാമത്തത് അൻ യകൂന ദാലിക ഇസ്തിഹ്ലാലൻ ലിമാ ഹറമ അല്ലാഹു മഅ ഇൽമിഹി ബിമാ ഹറമ അല്ലാഹ്. ഒരു കാര്യം അള്ളാഹു ഹറാമാക്കി, പക്ഷേ അവൻ ആ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് ഇസ്തിഹ്ലാൽ ചെയ്യുന്നു, അത് ഹലാലാണെന്ന് വാദിച്ചിട്ടാണ് ചെയ്യുന്നത്. കള്ളുടിക്കൽ ഹലാലാണ്, അങ്ങനെ കള്ളുടിക്കൽ ഹറാമാണെന്ന് പറയാൻ പറ്റൂല. അവനറിയാം അള്ളാന്റെ കിതാബിൽ കള്ളുടിക്കൽ ഹറാമാണെന്ന് അറിയാം, പക്ഷെ അവൻ ഇസ്തിഹ്ലാൽ ചെയ്യാണ്, അത് ഹലാലായി വിധിക്കുകയാണ്. അങ്ങനെ വിധിച്ചാലേ ഉള്ളൂ അവൻ കാഫിറായി തീരുക. അങ്ങനെ അവൻ വിധിക്കുമ്പോഴാണ് കാഫിറായി തീരുക. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഖവാരിജുകളായ ആളുകൾ ഈ ഒരു കാര്യത്തെ തകർത്തുകൊണ്ട് മുസ്ലിം ഭരണാധികാരികളെ കാഫിറാക്കുന്നത് കാണാൻ സാധിക്കും.
ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ദീനിന് നിരക്കാത്തതായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടാകാം. അവിടെ പലിശയുമായി ബന്ധപ്പെട്ട ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. അത്തരം രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഒരുപക്ഷെ മദ്യം വിളമ്പുന്നുണ്ടായേക്കാം, അതായത് മദ്യം കിട്ടുന്ന ബാറുകൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമായ മറ്റ് പല പരിപാടികളും അവിടെ ഉണ്ടായേക്കാം. ഇങ്ങനെ ഒരു ഹറാം ആ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഭരണാധികാരിയെ കാഫിറാക്കാൻ തുടങ്ങിയ ഖവാരിജുകളുടെ സ്വഭാവമാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യം, ഒരു ഹറാമ് അവന്റെ കീഴിൽ അനുവദിച്ചാൽ അവൻ അതുകൊണ്ട് കാഫിറാക്കണമെങ്കിൽ അവന് ഇസ്തിഹ്ലാൽ ചെയ്യേണ്ടതുണ്ട്, അവനത് ഹലാലാണെന്ന് വിധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആ വിധി തന്നെ പറയാൻ പാടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് വേറെയാണ്. ഒരാൾ കള്ള് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നില്ല, എന്ന് വിശ്വസിക്കാതെ അത് ഹലാലാണെന്ന് പറയണം. അത് ഹലാലാണ്, പലിശ ഹലാലാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് കുഫറായിത്തീരുന്നത്. അതല്ല എങ്കിൽ അയാൾക്ക് സംഭവിക്കുന്ന ഒരു പാപമായിട്ടാണ് കാണുന്നത്. അത്തരം പാപം സംഭവിക്കുന്ന ഭരണാധികാരികളോട് ഇസ്ലാമിന് വ്യക്തമായ നിലപാടുണ്ട്. കൃത്യമായി അയാൾ മറ്റു കാര്യങ്ങളിൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ നമ്മൾ അനുസരിക്കേണ്ടതില്ല. ഒരിക്കലും അവർ അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ നിർബന്ധിച്ചാൽ പോലും അതനുസരിക്കേണ്ടതില്ല. അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല. പോയ നിയമങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് 3 അവസ്ഥയിലാണ് ഒരാൾ അള്ളാഹുവിന്റെ ശറഇനെതിരായി കൊണ്ട് പ്രവർത്തിച്ചാൽ 3 അവസ്ഥയിലാണ്, അഥവാ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ 3 അവസ്ഥയിലാണ് അവൻ കാഫിറാകുന്നത്. ഒന്ന്, അവന്റെ ഹവ മുഴുവനും ദീനിനെതിരാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൊത്തം ദീനിനെതിരായ കാര്യമാണ്. അവന്റെ ഹവ മുഴുവൻ ദീനിനെതിരാണ്. 2, അവൻ ദീനിനെതിരായ ഹറാമുകൾ ചെയ്യുന്ന സമയത്ത് ദീനിനോടുള്ള വെറുപ്പ് കാരണത്താൽ, ആ നിയമത്തോടുള്ള വെറുപ്പ് കാരണത്താലാണ് എങ്കിലും അത് അപകടമാണ്. 3, അത് അവൻ ഹലാലായി കണ്ടുകൊണ്ടാണ് ഒരു ഹറാമ് ചെയ്യുന്നത് എങ്കിൽ അതും ദീനിൽ നിന്നും പുറത്തു പോകുന്ന കുഫ്റാണ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഒരു മനുഷ്യൻ തിന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് അവൻ കാഫിറായി തീരുകയില്ല. അത് മുസ്ലിം ആയിരിക്കും. വൻ പാപമാണെങ്കിൽ അത് വൻ പാപമായി അവശേഷിക്കും, ചെറിയ പാപമാണെങ്കിൽ ചെറിയ പാപമായി അവശേഷിക്കും. ആ പാപം ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല. ഈ അധ്യായവുമായി ഈ ഹദീസിന് എന്താണ് ബന്ധമുള്ളത്? ഇതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിധി തേടി പോകുക എന്നുള്ളത് ഒരുവന്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ദേഹേച്ഛയെ പിൻപറ്റാതെ അള്ളാഹുവിന്റെ വിധിയിലേക്ക് അവൻ വരണം. അങ്ങനെ വിധിയിലേക്ക് വരുന്നത് വരെ അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ അധ്യായവുമായി ബന്ധമുള്ളത്. അവസാനമായി കൊടുത്തത് ഒരു ഇമാം ഷാബി റഹിമുള്ളയുടെ ഉദ്ധരിക്കുന്ന ഒരു അസറാണ്. അദ്ദേഹം ഒരു ആയത്തിന്റെ സബബ് നുസൂലായി പറയുകയാണ്. വഖാല ഷഅബി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, കാന ബൈന റജുലിൻ മിനൽ മുനാഫിഖീൻ വറജുലിൻ മിനൽ യഹൂദി ഖുസൂമ. മുനാഫികളിൽപ്പെട്ട ഒരാൾ അതുപോലെ യഹൂദികളിൽപ്പെട്ട ഒരാൾ, ഇങ്ങനെ 2 ആളുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ, ഈ ഖിസ്സയുമായി ബന്ധപ്പെട്ട് അതിന്റെ സനദ് ദുർബലമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മഷ്ഹൂറായ, പണ്ഡിതന്മാർക്കിടയിലെല്ലാം വളരെ പ്രചരിച്ചിട്ടുള്ള ഒരു അസറായതിനാൽ ഇതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇവിടെ മുനാഫികളിൽപ്പെട്ട ഒരാൾ അതുപോലെ യഹൂദികളിൽപ്പെട്ട ഒരാൾ തമ്മിൽ തർക്കമായി. യഹൂദി പറഞ്ഞു, നതഹാക്കമു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് മുഹമ്മദിന്റെ അടുത്ത് പോയി വിധി തേടാം. യഹൂദിയാണ് പറയുന്നത്. യഹൂദി നല്ല ആളായിട്ടല്ല. അറഫ അന്നഹു ലാ യഖുദു ബിശ്വ, അവനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്യില്ല, കോയ വാങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിശ്വ വാങ്ങുകയില്ല. അവിടുന്ന് ഒരിക്കലും തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണം സ്വീകരിച്ചുകൊണ്ട് തെറ്റായി വിധിക്കുകയില്ല എന്ന് യഹൂദിക്കറിയാം. അപ്പൊ യഹൂദിയുടെ ഭാഗത്താണ് ഹക്ക് എന്ന് യഹൂദിക്കറിയാം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയാൽ ഹക്കിനനുസരിച്ച് വിധിക്കുകയുള്ളൂ എന്ന് യഹൂദിക്കറിയാം. അതുകൊണ്ടാണ് യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം വെറുപ്പ് കാണിച്ച വിഭാഗമാണ് യഹൂദികൾ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയുകയും ചെയ്യാം. യഅരിഫൂനഹു കമാ യഅരിഫു അബ്നാഅഹും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ മുഹമ്മദ് നബി അവർക്കറിയാം, അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയാം. പക്ഷെ അവരുടെ അഹങ്കാരം കൊണ്ടാണ് അവർ ഇസ്ലാം സ്വീകരിക്കാത്തത്. അപ്പൊ അങ്ങനെ അറിയുന്ന ഈ യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകാമെന്ന് പറയാൻ, പക്ഷെ മുനാഫിഖ് നതഹാകമു ലിൽ യഹൂദ്, അവൻ പറഞ്ഞു നമുക്ക് യഹൂദിയുടെ അടുത്ത് വിധി തേടി പോകാം. കാരണം മുനാഫിക്കിനറിയാം അവന്റെ ഭാഗത്ത് ഹക്കില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പണം കൊടുത്ത് അങ്ങനെ ജഡ്ജിയെ സ്വാധീനിക്കുക എന്നുള്ള വകുപ്പേ ഉള്ളൂ. ലിഇൽമിഹി അന്നഹും യഖുദൂന റിശ്വ, അവനറിയാം യഹൂദികളായ ഖാളിമാർ, യഹൂദികളായ ജഡ്ജിമാർ അവർ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്താൽ അവന് അനുകൂലമായി വിധിച്ചു കൊടുക്കും എന്ന് അവനറിയാം. അങ്ങനെ അതുകൊണ്ട് ഈ മുനാഫിക്ക് പറഞ്ഞു എന്ത്, നമുക്ക് യഹൂദിയുടെ അടുത്ത് പോകാം. ഫത്തഫഖ അലാ, അവർ രണ്ടുപേരും ഇത്തിഫാഖായി അൻ യഅതിയ കാഹിനൻ ഫീ ജുഹൈന ഫയതഹാകമ ഇലൈഹി. അങ്ങനെ ജുഹൈനയിലുള്ള ഒരു കാഹിൻ, ഒരു ജോത്സ്യൻ, ആ കാലഘട്ടത്തിൽ അറബികൾ പൊതുവെ
ഇങ്ങനെയുള്ള കുലാത്തുകളായി കാളിമാരായി അവർ സ്വീകരിച്ചിരുന്നത് ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരെ ആയിരുന്നു. പൊതുവെ അങ്ങനെയാണ് സ്വീകരിച്ചത്. അപ്പൊ ജുഹൈനയിലുള്ള ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് രണ്ടുപേരും എത്തി. അങ്ങനെ അവർ രണ്ടുപേരും വിധി തേടി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്ത് അല്ലാഹു തആല ഇറക്കിയത്. എന്താണ്? അലം തറ ഇലല്ലദീന യസ്ഉമു അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ റബ്ബിക യുരീദുന അൻ യതഹാകമു ഇല ത്വാഗൂത്ത് വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ചില മുനാഫിക്കുകൾ അവർ പറയും താങ്കൾ ഇറങ്ങിയതിലും വിശ്വസിക്കുന്നുണ്ട്, താങ്കൾക്ക് മുമ്പ് ഇറങ്ങിയതിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ എന്തിനാണ് യഹൂദി എടുത്തു പോയത്? അത് വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെയുള്ള താകൂത്തുകളെടുത്ത് വിധി തേടിപ്പോയത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീനിനേക്കാളും ഈ ദീനിൽ ഈ പറയുന്ന വിധി അനുസരിച്ച് പോയാലാണ് അവരുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന കാരണത്താലാണ് അവർ അത്തരത്തിലുള്ള വിധിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ട്, ഇത് ഈ ആയത്തിറങ്ങിയത് നസലത് ഫി റജുലൈനി ഇഖ്തസമ, രണ്ട് വ്യക്തികളുടെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഫഖാല അഹദുഹുമ, അതിലൊരാൾ പറഞ്ഞു നതറാഫഉ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിധി തീർപ്പാക്കാൻ പോകാം. വഖാല അൽ ആഖറു ഇലാ കഅബ് ബിൻ അഷ്റഫ്, കഅബ് ബിൻ അഷ്റഫ് എന്ന യഹൂദിയുടെ അടുക്കലേക്ക് പോകാമെന്ന് മറ്റൊരാൾ പറഞ്ഞു. അങ്ങനെ സുമ്മ തറാഫഅ ഇല ഉമർ ബിൻ ഖത്താബ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധി ഈ മുനാഫിഖിന് ഇഷ്ടപ്പെട്ടില്ല, അതനുസരിച്ച് സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഫദക്കറ ലഹു അഹദുഹുമാ അൽ ഖിസ്സ, അവരിൽ ഒരാൾ ഈ കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്ക് വന്നതും അങ്ങനെയൊക്കെ പറഞ്ഞു. ഫഖാല ലില്ലദി ലം യർള ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അകദാലിക്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയിലേക്ക് തൃപ്തിപ്പെട്ടില്ലേ എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിയിലേക്ക് തൃപ്തിപ്പെട്ടില്ല, അങ്ങനെയാണോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവർ പറഞ്ഞു നഅം ഫളറബഹു ബിസ്സൈഫി ഫഖതലഹു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ ആളെ അപ്പോൾ തന്നെ വെട്ടി കൊല്ലുകയും ഫനസലത്, അങ്ങനെ ഈ ആയത്ത് ഇറങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മറ്റൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം രണ്ട് വ്യക്തികൾ തർക്കമായി. അവർ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകാമെന്ന് പറഞ്ഞു, മറ്റൊരാൾ കഅബ് ബിൻ അഷ്റഫിന്റെ അടുക്കലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി. അങ്ങനെ ആ കഥ പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയിൽ തൃപ്തിയില്ലാതിരുന്ന ആളോട് ചോദിച്ചു, അങ്ങനെയാണോ? ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യക്തിയെ കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന ഈ ആയത്തിന് അലം തറ ഇലല്ലദീന യസ്ഉമൂന എന്ന് തുടങ്ങും. ഇവിടെ ഒരു ഇഷ്കാൽ ഉണ്ടായേക്കാം, എങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ കൊന്നത്? അദ്ദേഹം വലിയുൽ അംറല്ലല്ലോ, ഭരണാധികാരിയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഭരണാധികാരി. പണ്ഡിതന്മാർ അതിന് പല ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് ഈർഷ്യത കൊണ്ട് അദ്ദേഹം ചെയ്തതാണ് എന്നാണ്. അതൊരു അഭിപ്രായമാണ്. വേറെ ചിലർ പറഞ്ഞു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രിയാണ്. മന്ത്രി എന്ന് പറയുന്നത് ഭരണകാര്യത്തിൽ ഇടപെടുന്നയാളാണ്. അദ്ദേഹത്തിന് നിയമങ്ങൾ നടപ്പാക്കാനുള്ള അവകാശം ഭരണാധികാരി നേരത്തെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്നാണ്. എന്നാൽ ഇത് രണ്ടിനേക്കാളും കൂടുതൽ ശക്തമായ ഒരു അഭിപ്രായമായി പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടാളുകളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അയച്ചതിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയിൽ തൃപ്തിപ്പെടാത്ത ഒരുവന്റെ വിധി എന്താണ്, അവന്റെ ഹുക്കം എന്താണ് എന്നുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന്റെ കയ്യിൽ നിന്നും ഈ ഒരു കാര്യം നടക്കട്ടെ എന്നതിനു വേണ്ടി തന്നെ അയച്ചതാണ്. അത് മനസ്സിലാക്കിയ ഉമർ അപ്രകാരം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ചുരുക്കം സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ പറഞ്ഞ വിഷയം അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റേതല്ലാത്ത നിയമങ്ങൾ കൊണ്ട് ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും കുഫ്റായ ഒരു കാര്യമല്ല, ഒരിക്കലും കുഫ്റായ കാര്യമല്ല. കാരണം ഇതേ ആയത്തുകൾ ഓതിയിട്ട് തന്നെ ഖവാരിജുകളായ ആളുകൾ അവർ മുസ്ലിമീങ്ങളെ മൊത്തം കാഫിറാക്കാറുണ്ട്. ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ഒരു പിഴച്ച പണ്ഡിതൻ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സംസാരങ്ങൾ വളമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാദപ്രകാരം അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ച ആളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അനിസ്ലാമിക രാജ്യമാണ്. അവിടെയുള്ള വിധി എന്ന് പറയുന്നത് അനിസ്ലാമിക വിധി കൊണ്ടാണ് അവിടെ വിധിയുള്ളത്.
അതുകൊണ്ട് ഈ അനിസ്ലാമിക വിധി അനുസരിച്ച് വിധിക്കുന്ന, ഇസ്ലാമിക രാജ്യമല്ലാത്ത അനിസ്ലാമിക വിധി അനുസരിച്ച് വിധിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അതിനോട് തൃപ്തിപ്പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിലല്ലാത്ത വിധിയിൽ തൃപ്തിപ്പെടുന്ന ആളുകളെല്ലാം കാഫിറുകളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിശദീകരണത്തോടു കൂടിയുള്ളതാണ്. അള്ളാഹുവിന്റേതല്ലാത്ത വിധിയിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. മുസ്ലിമീങ്ങൾ ഒരിക്കലും അതാണ് ഏറ്റവും മുന്തിയ വിധി എന്ന് പറയുകയില്ല. അല്ലെങ്കിൽ ആ വിധിയും അള്ളാഹുവിന്റെ വിധിയും ഒരുപോലെയാണെന്ന് പറയുകയില്ല. അല്ലെങ്കിൽ ആ വിധിയിൽ വിധി തേടി പോകുക എന്നുള്ളത് അനുവദനീയമാണെന്ന് പറയുകയില്ല. നേരത്തെ നാം പറഞ്ഞതുപോലെയുള്ള നമുക്ക് നിർബന്ധിത സാഹചര്യങ്ങൾ വന്നാൽ അല്ലാതെ, അതും ആ പറയപ്പെട്ട നിബന്ധനകളോടുകൂടി, അങ്ങനെയുള്ള നിബന്ധനയോടുകൂടി അതിനോട് തൃപ്തിയില്ലാതെ നമുക്ക് കാര്യം കഴിയണം. നമ്മുടെ വിഷയം വലുതാണ്, വിഷയം സങ്കീർണമായൊരു വിഷയമാണ്. അതിലൊരു തീർപ്പുണ്ടാകണമെങ്കിൽ ഇവിടെ പോയാലേ നടക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഈ കാര്യം വിധിച്ച് തീരുമാനമാക്കാൻ വകുപ്പില്ല, സൗകര്യമില്ല. ഇവിടെയുള്ള കാര്യം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നമുക്ക് വിധി തേടാൻ എന്നത് മാത്രമേ നടക്കുകയുള്ളൂ. ആ ഒരു നീയത്തിൽ ഒരു മുസ്ലിം അങ്ങനെ വിധി തേടി പോയാൽ പോലും ഞാൻ പറയുന്നു അത് കുഫ്റല്ല. പിന്നെ എങ്ങനെയാണ് ഇതിനോടൊന്നും ഒരു നിലക്കും താല്പര്യമില്ലാതെ ഇവിടെ ജീവിക്കുന്ന, തൃപ്തിപ്പെടാതെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിമുകൾ കുഫാറുകളാവുക? അവരൊരിക്കലും കുഫാറുകളാവുകയില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും തെറ്റായ കാര്യവുമല്ല. കാരണം ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും തെറ്റായ ഒരു കാര്യമേ അല്ല എന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായി പഠിക്കേണ്ട, വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.